ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ഡേ 24 ഓഫ് ആ മാജിക്കൽ പ്രാക്ടീസ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണത്, മൈ പേഴ്സണൽ ഫേവറേറ്റ്. കാരണം ഇതിൽ നമുക്ക് എന്തോ ഒരു എക്സ്ട്രാ പവർ കിട്ടിയ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ ഓരോ പ്രാക്ടീസസ് ചെയ്തത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്കും നമുക്ക് കിട്ടിയ സാധനങ്ങൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും അതിലായിരുന്നു ഫോക്കസ് അല്ലേ. ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതായത് നമുക്ക് കിട്ടിയ നല്ല പോസിറ്റീവ് അനുഭവങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന്. ഓക്കെ, ഇത്രയും ദിവസം കണ്ടിന്യൂസ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൈൽഡ് ചേഞ്ച് എങ്കിലും, അതായത് നിങ്ങളുടെ മൂഡിൽ, നിങ്ങളുടെ ബിഹേവിയറിൽ നിങ്ങൾ കുറച്ചും കൂടെ ശാന്തമായിട്ടുണ്ടാവാം. നിങ്ങൾ കുറച്ചും കൂടെ ചുറ്റും ഒബ്സർവ് ചെയ്യുമ്പോൾ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ടാവുക. അങ്ങനെ ഒരു മൈൽഡായിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി ഒരു പവർ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ നിങ്ങളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പവർ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നത്തെ ചാപ്റ്ററിൽ ഉപയോഗിക്കാൻ പോവാണ്. അപ്പം എക്സൈറ്റിംഗ് അല്ലേ? അതായത് നമ്മൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണം, നിങ്ങളുടെ ക്ലോസ്, ഈവൻ നിങ്ങളുടെ ഓൺ ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ട് ആവാം, കലീഗ് ആവാം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, അതായത് ഹെൽത്ത് ഇഷ്യൂ, ഓക്കെ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഓക്കെ, ഇതൊക്കെയാണല്ലോ മേജറായിട്ടുള്ള സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ. അപ്പോൾ റിലേറ്റഡ് ടു കരിയർ അല്ലേ, ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷ എഴുതി ടെസ്റ്റ് പാസ്സാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താ ആദ്യം പറയുക? എല്ലാം ശരിയാവും അല്ലേ? ഒരു ആശ്വാസവാക്ക് എന്തായാലും അവിടെ പറയാം, എല്ലാം ശരിയാവും, ധൈര്യമായിട്ടിരിക്കൂ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. പ്രാർത്ഥനയിൽ നമ്മൾ ആദ്യം ഒന്ന് പറയും അല്ലേ, ഈശ്വരനിൽ വിശ്വസിക്കൂ. ഈശ്വര വിശ്വാസികളാണെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പേഴ്സണലി പറയും അല്ല. ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത് യൂഷ്വലി നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഈ പ്രാർത്ഥന എല്ലാം വർക്കാവണം എന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ ഒരു എക്സ്ട്രാ പവറും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മൾ കാരണം ഞാൻ ടോട്ടലി നമ്മുടെ പവറാണെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ കമാൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മളാൽ കഴിയുന്ന ഒരു സംഭവം അല്ലേ, ഒരു സഹായം മറ്റുള്ളവർക്കും കൂടെ സഫലമാക്കാൻ പറ്റുകയാണെങ്കിൽ വൈ നോട്ട്, നമ്മളത് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം അല്ലേ. അപ്പോൾ മാജിക് വാണ്ട്, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ മാജിക് വാണ്ട് എന്നാണ്. മാജിക് വാണ്ട് ഇതിലൊരു ഫോട്ടോവും കാണിച്ചിട്ടുണ്ട്, ക്ലിയർ ആണോന്ന് അറിയില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കാരണം കാണുന്നുണ്ട്, ഒരു പ്രകാശം പോലെ മാജിക് വാണ്ടാണ്. മാജിക് വാണ്ട് നമ്മൾ യൂഷ്വലി എന്താ ഈ ഫെയറി ടെയിൽസിലൊക്കെ കാണും, ഡിസ്നി മൂവീസിലൊക്കെ കാണും അല്ലേ. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതാവുമ്പോഴേക്കും സിൻഡ്രല്ലയുടെ പുതിയ ഷൂസും കാര്യങ്ങളൊക്കെ വരുന്നു. അതായത് മാജിക് അവിടെ സൃഷ്ടിക്കുകയാണ്, എന്തെങ്കിലും ഒരു മാജിക്കലായിട്ടുള്ള ഒരു ആക്ട്. അപ്പോൾ അതേപോലെ അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാജിക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, ഒന്ന് പ്രാർത്ഥന, വേറൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാജിക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ചിലവർ ഫോർ എക്സാമ്പിൾ സാമ്പത്തികമായിട്ട് വല്ല ഇഷ്യൂ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാനുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്തെങ്കിലും നമ്മൾ യൂഷ്വലി പറയുകയും ചെയ്യും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ എക്സ്ട്രാ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തന്നെ എന്നെ ആത്മാർത്ഥമായിട്ട് നമുക്ക് അവരെ സഹായിക്കണം എന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്കുള്ള പൈസ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആദ്യം ഈ ഒരു മാജിക്കൽ ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? If you have a family member, friend, or anyone you care about who is lacking physical health, in financial trouble, unhappy in their work, stressed, suffering because a relationship has ended, lost confidence in himself or herself, suffering from mental problems, or feeling down about their life, you can use the invisible force of gratitude to help them with their health, wealth, and happiness.
To wave your magic wand for another's health, imagine that the person's health has been fully restored and say the magic words thank you in heartfelt celebration of receiving the news that he or she is full of health again. You could imagine the person calling you to give you the news, or imagine them telling you in person and really see and feel your reaction. When you can feel as grateful now as you would when you heard the news that the person's health had been fully restored, it will guarantee that the gratitude you feel is as sincere and as powerful as it can be. അപ്പോൾ കുറച്ച് ലെങ്തി 2 പാരഗ്രാഫ്സ് ആയിരുന്നു, പക്ഷേ ആ ഫ്ലോയിൽ വായിച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഞാനത് വിടാതെ വായിച്ചു പോയത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ആദ്യം നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്ന് പറയുകയാണ് എന്തോ ഹെൽത്ത് പ്രശ്നമുണ്ട്, സർജറി, ഒരു ഹൈപ്പോത്തറ്റിക് എക്സാമ്പിളാണ്, സർജറി ചെയ്യാനുണ്ട്, ഭയങ്കര ടെൻഷനിലാണ്. ഓക്കെ, സർജറി കഴിഞ്ഞാൽ എന്താവുമോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയ്യോ ആ ഒരു പരിഭ്രമത്തിൻ്റെ എനർജി നിങ്ങൾ പുറത്ത് വിടാതെ അപ്പം തന്നെ കണ്ണടച്ച് ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിൽ കാണുക. അവൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഓക്കെ, ആരാണോ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് അവർ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിരിക്കുകയാണ്. ഒന്ന് മനസ്സിൻ്റെ ആ പവർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ആദ്യം താങ്ക് യു, ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? എന്നിട്ട് ദൈവത്തിനോട് താങ്ക് യു പറയും അല്ലേ? കാരണം നിങ്ങൾ യൂഷ്വലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കുടുംബാംഗങ്ങൾ മുഴുവൻ, പക്ഷേ എല്ലാവരുടെയും മനസ്സിലൊരു പേടി ഉണ്ടാവും. ആ പേടി പാടില്ല. അതിൻ്റെ റൈറ്റ് ഔട്ട്കം നമ്മൾ ചിന്തിച്ചെടുക്കാം, നമ്മൾ മാക്സിമം വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, നല്ലൊരു ഔട്ട്കമാണ് വന്നിരിക്കുന്നത് അതിന് താങ്ക് യു പറയും. ബി ഗ്രേറ്റ്ഫുൾ, താങ്ക് യു. അപ്പോൾ ആ ഒരു സീന് നമ്മൾ മനസ്സിൽ റീപ്ലേ ചെയ്യുക. നമ്മൾ മൂവി കണ്ടിട്ട് ചിലപ്പോൾ ചില സീൻസൊക്കെ നമ്മളെ കൂടെ മനസ്സിൽ പോകും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മാജിക്കൽ ഭയങ്കര പവർഫുൾ ടെക്നിക്കാണത്. ഇത് ഏതൊരു സിറ്റുവേഷനിലും വേണ്ടിയിട്ടും ഉപയോഗിക്കാമെന്നാണ് ഓഥർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ഒരു വിശ്വാസത്തിൽ എക്സ്പെരിമെൻറ്റ് ഞാൻ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ആദ്യം മനസ്സ് പ്യുവറായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ യാതൊരു ദേഷ്യമോ സങ്കടമോ വെറി എനർജിയോ ഒന്നും അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കരുത്. മനസ്സ് പരിപൂർണ പരിശുദ്ധിയിൽ വേണം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ശാന്തതയോടുകൂടെ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് വരിക. ഐ ക്യാൻ സീ ഹിം ഓർ ഹർ പെർഫെക്റ്റ്ലി ഹെൽത്തി, താങ്ക് യു. ഓക്കെ, ആ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്, സർജറി എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ആരെങ്കിലും കുടുംബാംഗങ്ങളോ ആരാണെന്ന് വെച്ചാൽ ഫോൺ ചെയ്ത് നിങ്ങളെ അറിയിക്കുകയാണ് പെർഫെക്റ്റ്ലി ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലുണ്ടെങ്കിൽ ഡോക്ടർ വന്നിട്ട് നിങ്ങൾക്ക് പറയുകയാണ് എവറിത്തിങ് ഈസ് ഫൈൻ, സക്സസ്ഫുള്ളായി, എല്ലാം നോർമലാണ്, എല്ലാം ശരിയാണ്. എന്താണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ആ ഒരു സീന് നിങ്ങൾ മനസ്സിൽ റീപ്ലേ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ പ്ലേ ചെയ്യാം. എന്നിട്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അത് ഒരു 2 മിനിറ്റ് എടുത്ത് നിങ്ങളത് ചെയ്യേണ്ട ഒരു എക്സസൈസാണിത്. അതേപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് യൂഷ്വലി ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ നിങ്ങളെന്താ, ഫ്രണ്ട് നിങ്ങളെ വിളിക്കുന്നു, കിട്ടി, എനിക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ജോലി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് വെറുതെ ഇല്ല, എനിക്ക് ആ ജോലി കിട്ടി, വളരെ സന്തോഷമാണ്, നമുക്കിനി പാർട്ടി വയ്ക്കാൻ, ഞാൻ ട്രീറ്റ് തരാം, നമുക്കൊന്ന് കൂടണം, അതൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ വാവ് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു, താങ്ക് യു എന്ന് പ്രപഞ്ചശക്തിയോടോ ഈശ്വരനോടോ പറയണം. താങ്ക് യു ഈ ജോലി കൊടുത്തതിന്, ഈ ജോലി കിട്ടിയതിന്, പെർഫെക്റ്റ് ജോലി ആഗ്രഹിച്ച പോലെ തന്നെ ജോലി കിട്ടിയതിന് താങ്ക് യു അല്ലേ? അപ്പോൾ ഈ ഒരു സീൻ നല്ലൊരു ഡ്രീം, ഒരു ഞങ്ങൾ എന്താ പറയുക, മനസ്സിലൊന്ന് കാണുക ഈ ഒരു സീൻ നല്ല സന്തോഷത്തോടു കൂടെ, സാറ്റിസ്ഫാക്ഷൻ, അതായത് എക്സാക്ട്ലി എന്താണ് നടക്കുക
അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പവർ കിട്ടുകയാണ്. നമ്മുടെ വൈബ്രേഷൻസിൽ കൂടെ, നമ്മുടെ ഫ്രീക്വൻസിയിൽ കൂടെ യൂണിവേഴ്സിലോട്ട് നമ്മൾ ഒരു ഫ്രീക്വൻസി വിടുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും ഫ്രീക്വൻസി. അതാണ് ഈ യൂണിവേഴ്സിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫ്രീക്വൻസീസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്. അപ്പോൾ യൂഷ്വലി നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആരോടും അങ്ങനെ ഇഷ്ടക്കേട് പാടില്ല. എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും എന്തെങ്കിലും തരം ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ പവർഫുൾ ടെക്നിക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക. കാരണം ഇതിൻ്റെ വേറൊരു സയൻസ് പറയുന്നത് എനർജി ഫ്ലോസ് വെർ യുവർ അറ്റൻഷൻ ഗോസ്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെയാണ് ഊർജം, നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജം അവിടേക്കാണ് ഏറ്റവും കൂടുതൽ മാക്സിമം. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി പറയുന്നത് വറി എനർജിയിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ഫോക്കസ് അയ്യോ എന്താവോ എന്തോ ആ പരിഭ്രമത്തിൻ്റെയും എന്ത് പറ്റുമെന്നറിയില്ല, അതായിരിക്കുമോ ഇതായിരിക്കും, എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും അല്ലേ. വേഴ്സ്റ്റ് കം സിനാരിയോ ആണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മുടെ മൈൻഡിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സമയമാണത്. നമ്മൾ മാക്സിമം ബെസ്റ്റ് ഔട്ട്കം, പോസിറ്റീവ് ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പം നമ്മുടെ ഫുൾ അറ്റൻഷൻ പോസിറ്റിവിറ്റിയിലോട്ടാണ്, ആ മാഗ്നിഫിസൻറ്റ് ഔട്ട്കമ്മിലോട്ടാണ്. അപ്പോൾ നമ്മുടെ എനർജി അവിടേക്കാണ് ഫ്ലോ ചെയ്യുക. നമ്മുടെ ഉള്ളിലുള്ള ഊർജം കൂടുതൽ പോസിറ്റീവായി മാറുന്നു. അപ്പോൾ പ്രപഞ്ചശക്തി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു. അതുതന്നെയാണ് പ്രാർത്ഥനയിലും സംഭവിക്കുന്നത് അല്ലേ. പ്രാർത്ഥനയിൽ പക്ഷെ നമ്മൾ പരിഭ്രമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നമ്മൾ ആ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുക അല്ലേ. നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട്, എന്തായാലും നമ്മളെ സംരക്ഷിക്കും. ആ ഒരു എനർജിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരു കുറച്ച് പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അല്ലെങ്കിൽ കംപ്ലെയിൻ എനർജി ആയിരിക്കും നമ്മുടെ കരച്ചിൽ വരുന്നത്. ഓക്കെ, ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ഭയങ്കര മാക്സിമം പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് പവർഫുള്ളാണ്, എന്തായാലും ചെയ്യാം. നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഫാമിലിയിൽ, സ്വന്തം ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു എന്താണ് അവരുടെ സ്ട്രഗിൾ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയില്ല എന്ന് അതും ഓതർ പറയുന്നുണ്ട് ഇതിൽ. നിങ്ങളുടെ ചിലവരെല്ലാവരും തുറന്ന് പറയണമെന്നില്ല അല്ലേ, ഒരു കലീഗാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയാം എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി ഡൗൺ ആയിരിക്കണത് അവർ. അപ്പോൾ അവരെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഈ 3 കാര്യങ്ങൾ ജനറലി എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അതായത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അപ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണ ഹെൽത്തിയാണ്, പൂർണ്ണ സമ്പത്തുണ്ട്, നല്ല സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ കാണാം. എന്നിട്ട് സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ അടുത്ത് കോൺവെർസേഷൻ നടത്തുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ കാണുന്നത് ചിത്രം എങ്ങനെ റിയാലിറ്റിയിൽ വരും എന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോകും. അപ്പോൾ ഒരു പ്രാവശ്യം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നെയും നിങ്ങൾക്ക് ഈ പവർ ഉപയോഗിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് പ്യുവറായിരിക്കണം, ആ സമയത്ത് ഭയങ്കര ശാന്തമായിരിക്കണം. അല്ലാതെ പകുതി വിശ്വാസത്തോട് ട്രൈ ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. നമ്മളിതിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യാം. അപ്പോൾ അലോങ് വിത്ത് ദാറ്റ് നമ്മൾ യൂഷ്വൽ പ്രാക്ടീസായ 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതുക. അത് കണ്ടിന്യൂ ചെയ്യുക വേണം. ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നു പോയി എൻ്റെ വീഡിയോസിൽ, അതിന് ക്ഷമിക്കണം. പക്ഷേ നിങ്ങളുടെ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പഴയ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട കാര്യമാണ്, ഒരു ദിവസം ചെയ്തിട്ട് നിർത്തേണ്ടതല്ല. ഓക്കെ, അപ്പോൾ ഈവൻ ദിസ് എക്സസൈസ് ഒരു പ്രാവശ്യം ചെയ്ത് അങ്ങനെ നിർത്തുകയല്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമ്മുടെ അറ്റൻഷൻ അവിടേക്ക് പോകുന്നത്, പോസിറ്റീവ് എനർജിയിലോട്ട് ഫ്ലോ ആവുന്നത്. ഓക്കെ, കാരണം ഇതൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പ്രാക്ടീസിലോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ഒരു ജീവിതശൈലിയായി മാറുന്നത്. കാരണം ഇത്രയും കാലം നെഗറ്റീവ് ചിന്തിക്കുക എന്നുള്ളതായിരുന്നു പലരുടെയും, ഇൻക്ലൂഡഡ് എൻ്റെ ജീവിതശൈലി. പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു അൺസർട്ടൺ സിറ്റുവേഷനാണ് ഞാൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ
നെഗറ്റീവിലോട്ട് പോകാണ്ട് മാക്സിമം പോസിറ്റീവ് ഔട്ട്കം തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ മുന്നോട്ട്. അത് ഹൈപ്പോത്തറ്റിക്കൽ അല്ല, പക്ഷെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണം. ഓക്കെ, ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആണ്, നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടു, മരുന്ന് എടുക്കണില്ല എന്നിട്ട് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ചെയ്യേണ്ട ആക്ഷൻ സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. ജോലിക്ക് ഇൻ്റർവ്യൂവിന് ഒന്നും അപ്ലൈ ചെയ്യാതെ തനിയെ ജോലി കിട്ടും എന്നുള്ള വിചാരം അല്ല, അങ്ങനെയല്ല. ആക്ഷൻ സ്റ്റെപ്സ് എടുത്തുകൊണ്ട് കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാക്സിമം പോസിറ്റീവ് ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുന്നു. എസ്പെഷ്യലി കുട്ടികളുടെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ മാതാപിതാക്കൾക്കൊരു ടെൻഷൻ, എന്തായിരിക്കുമോ, പേപ്പർ ഈസി ആയിരിക്കുമോ, പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടാവുമോ എന്നുള്ള ആ പരിഭ്രമത്തിൽ നിന്നെല്ലാം പുറത്ത് വരും. പേപ്പർ ഈസിയാണ്, പഠിച്ചതെല്ലാം ഓർമ്മയുണ്ട്, ആ ഒരു സീൻ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് താങ്ക് യു, മാജിക്കൽ വേർഡാണ്, നമ്മുടെ മാജിക്കൽ മെഡിസിൻ ആണല്ലേ താങ്ക് യു എന്ന് പറയാം. എല്ലാം അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റി, അതിന് താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്ദി പറയുകയാണ്. അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ആൻഡ് റിസൾട്ട് കോമൻസിലിടുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.